ഞാൻ വർക്കിന് വേണ്ടിയിട്ട് ബഹ്റൈനിൽ നിന്ന് ആൾക്കാരെ പറ്റണം. അവിടെ യുദ്ധം നടന്നപ്പോൾ അങ്ങനെ നേരെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ബഹ്റൈനിൽ നിന്ന് വരുത്തിയ പ്ലംബർ എന്താ വീട്ടുകാരൻ തന്നെയാണ്. ഞാനിന്ന് ഒരു മനോഹരമായ വീട്ടിലുണ്ട് വന്നിട്ടുള്ളത്. കണ്ടാ, അടിപൊളി വീടായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വിശാലമായ സിറ്റ് ഔട്ടും അതേപോലെ തന്നെ ബാൽക്കണിയും മറ്റുള്ള ഡിസൈനുകളൊക്കെ കണ്ടംപററി വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടുണ്ടാ. നമ്മളൊരു സുഹൃത്തിന്റെ വീടിന് ഇതെന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ടാ, മുജീബിന്റെ വീടിന്. അപ്പൊ ഇവിടെ ഇത് താമസമായിട്ട് ഇവിടെ ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മ ഒരു 1465 ഒരു സിലിണ്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ വീഡിയോയും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന്. അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. അപ്പൊ വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. ഓക്കെ, നമ്മളിവിടെ 1465 സിലിണ്ടർ ഉണ്ട് നോക്കുന്നത്. അപ്പൊ അതിന്റെ ഫില്ലിങ്ങിലേക്ക് കടക്കാൻ പോണ്ട. നമ്മ ഫസ്റ്റ് തന്നെ അരിഞ്ഞിന്റെ സൈലക്സ് ഉണ്ടാ നടക്കണേ. ഓക്കെ, ഫസ്റ്റ് നമ്മ അരിഞ്ചിന്റെ സൈലക്സിന് നിറച്ചേക്കണേ. അപ്പൊ അടുത്തത് നമ്മ 4 ഇഞ്ചിന്റെ സൈലക്സ് ഉണ്ടാ. ഓക്കെ, അപ്പൊ നമ്മളെ 2 സൈലക്സ് ഇട്ട് കഴിഞ്ഞാ 4 ഇഞ്ചും 1/2 ഇഞ്ചും ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മ ഫൈൻ സാൻഡ് ഇട്ടിരുന്നു. ഫൈൻ സാൻഡാണ്. ഓക്കെ, ഫൈൻ സാൻഡ് നമുക്ക് ഏകദേശം ഒരു 1.5 ചാക്കോളം ഇടണം കേട്ടോ. ഒരു 75 കിലോ എങ്കിലും കയറണം. ഇനി നമ്മ കാറ്റലോഗ്സ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റാണ് അതുണ്ട് നടക്കണേ. ഓക്കെ, അറിയാലോ, പ്രൊഡക്റ്റ് അറിയാലോ. ഇതുണ്ടാ, ഇത് ജർമ്മൻ ഉണ്ടാ, മേഡ് ഇൻ ജർമ്മന്റെ പ്രൊഡക്റ്റ് ഉണ്ടാ. എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മളോടെ, നിങ്ങൾ ഏതൊക്കെ പ്രൊഡക്റ്റ് നടക്കണത് അങ്ങനെയൊക്കെ നടക്കണമെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മ കാറ്റലോഗ്സ് ലൈറ്റാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറ്. പിന്നെ MN02 ഉപയോഗിക്കുന്നുണ്ട് കേട്ടാ. MN02ന്റെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാറ്റലോഗ്സ് ലൈറ്റ്, പിന്നെ ആക്ടിവേറ്റഡ് കാർബൺ, ഇതൊക്കെ ഉണ്ട് നടക്കണേ. അപ്പൊ നമ്മ പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഏതിന്. പ്രൊഡക്റ്റ് നമ്മ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, എല്ലാത്തിലും കാണിക്കാറുണ്ട്. എന്നാലും ഒരു സംശയം ചോദിക്കും. വീട്ടുകാരൻ ഞങ്ങളെ പ്ലംബറും കൂടിയാണ്. പ്ലംബർ വീട്ടുകാരൻ ഞാനും കൂടിയാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ടൊന്ന്. വീട്ടുകാരൻ അടിപൊളി ഇലക്ട്രീഷ്യനാണ്, പ്ലംബറിന് ആൾക്ക് അതിന് പരിപാടി, അതിനാളെ ജോലി. അടാ നമ്മ അതിട്ടില്ലേ, ഞാൻ അടുത്തത് ആക്ടിവേറ്റഡ് കാർബൺ തമ്മിടാൻ പോകണം. ഓക്കെ, വേറെ ഒരു ഫീച്ചേഴ്സ് 5 ഐറ്റംസ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാ. അപ്പൊ അടുത്തത് അയൺ റിമൂവറിനായിട്ടുള്ള MN02 ഉണ്ടാ. അപ്പൊ നമ്മ കാറ്റലോഗ്സ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മ MN02 ആഡ് ചെയ്യുന്നുണ്ട് കേട്ടാ. 2 ആഡ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഓക്കെ, ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ടാ. MN02 ഇട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ കുറച്ച് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 സൈലസും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ കാർബൺ പൊന്തിയിട്ട് ഇതിലെ കൂടി പോരൂല. ഓക്കെ, അപ്പൊ ഹൈ ഫ്ലോ വാൽവ് പറഞ്ഞേ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ കാർബണൊക്കെ തള്ളിപ്പോരും. ഏകദേശം 13 ഇഞ്ച് ഗ്യാപ്പുള്ളൂ കേട്ടോ. ഉണ്ടാ, 13 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ് സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇതിൽക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞൗട്ട് നമുക്ക് കൊടുക്കാണ്ട് അതിനോടൊരു ക്ലാമ്പ് പിടിപ്പിച്ചിട്ട് വേണം അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ കേട്ടോ. അപ്പൊ അതിന്റെ പ്ലംബിംഗ് ആരും വീട്ടുകാരനായതുകൊണ്ട് തന്നെ അവൻ കറക്റ്റായിട്ട് അത് ചെയ്തോളും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്ക് വാഷ് എന്താ ചെയ്യാനുള്ളത്. ബാക്ക് വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബാക്ക് വാഷിലേക്ക് ഇത് എടുക്കില്ല. ഓക്കെ, പതുക്കെ തുറക്കാം ടാങ്കിൽ.
എന്താ പറഞ്ഞു അതെത്തോ ഇതേപോ വേറൊരു സാധനം ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടാ ഞാൻ പുതിയത് മേടിക്കേ അപ്പേ നമ്മളെ ഫുള്ള് സെറ്റിങ് കഴിഞ്ഞിട്ടാ ഇനി ഇതിന്റെ ഔട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അത് പുള്ളിക്കാരൻ വീട്ടുകാരൻ തന്നെ ചെയ്യും അപ്പൊ അവൻ അതിന്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് വേണ്ടാ വെള്ളം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നിട്ട വെള്ളം ചെറിയ മഞ്ഞപ്പുണ്ടായുള്ളൂ അത് ടാങ്ക് പുള്ളിക്കാരൻ നമ്മ വരുന്നപ്പോഴത്തേനും ടാങ്കൊക്കെ അവൻ കഴുകി വൃത്തിയാക്കി കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ടാ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ വെള്ളം കാണിച്ചു തരാൻ പറ്റാഞ്ഞത് അപ്പൊ നമ്മളെ ഫുള്ള് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ ഇപ്പൊ 1.5 വർഷം മുമ്പ് നമ്മളോട് പറഞ്ഞാട്ടാ ഇപ്പൊ ഒരു 4 വർഷമായി ഇല്ല ഈ വീടിന്റെ പണി 4 വർഷമായി 4 വർഷത്തോളം ഈ വീടിന്റെ വർക്കുകളൊക്കെ നടക്കുന്നു ഇപ്പൊ പണി പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ പക്ഷെ ആ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒരു 1.5-2 കൊല്ലം മുമ്പ് കഴിഞ്ഞ വരവിന് പറഞ്ഞാണല്ലേ വന്നപ്പോൾ ആള് പറഞ്ഞ നമ്മളോട് ചെയ്യണം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റിയത് ചെയ്തപ്പോ തന്നെ നമ്മൾ വലിയ കുറ്റിന്റെ വെച്ച് 1465 വെച്ച് 1354 നമ്മ വെക്കാന്ന് പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ 1465 വെച്ചേക്കണം കേട്ടാ അപ്പൊ ബാക്കിയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഇവിടെ വെള്ളം കാണിക്കാൻ എന്താണെന്നറിയോ വെള്ളം നല്ല വെള്ളമായിരുന്നു പിന്നെ വെള്ളം കുറച്ച് ടൈം എന്ന് പറഞ്ഞാല് അല്ലെ ഒരു 3-4 മണിക്കൂറൊക്കെ കഴിയണം അല്ലെ ആ അങ്ങനെ കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാൽ ഇത് ഊറി വരുള്ളൂ കേട്ടോ അപ്പൊ ആള് നമ്മ വരുമ്പോഴത്തേക്കും ടാങ്കൊക്കെ കഴുകി ക്ലിയർ ചെയ്തിട്ടുണ്ടായി അപ്പൊ അതാരണമാണ് ആ വെള്ളം കാണിക്കാഞ്ഞത് ഇപ്പൊ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ബാക്ക് വാഷ് ചെയ്യാണ്ട് ടാങ്കിൽ വെള്ളമില്ല അപ്പൊ ടാങ്കിൽ വെള്ളം കയറ്റിയിട്ട് പുള്ളിക്കാരൻ ബാക്ക് വാഷ് ചെയ്ത് കണക്ഷനൊക്കെ കൊടുത്തോളൂ കേട്ടോ അപ്പൊ നമ്മളെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ ഓക്കെ പോട്ടെന്നാ